ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിംഗ് റൂൾസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്തു, അത് പ്രൂവ് ചെയ്തു. ഈ ക്ലാസ്സിലും മറ്റൊരു റൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അമേരിക്കൻ റൂൾ ഓഫ് അക്കൗണ്ടിംഗ് അഥവാ മോഡേൺ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഏറ്റവും പഴയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ അമേരിക്കൻ റൂൾ അല്ല. അതിനെ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് അഥവാ ബ്രിട്ടീഷ് റൂൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനം വേറെ തന്നെയുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണം. അമേരിക്കൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അമേരിക്കൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് പഠിച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് വലിയ ഇമ്പോർട്ടന്റ് അല്ല. കാരണം അതേ പ്രിൻസിപ്പിൾസ് മറ്റൊരു ലെവലിൽ മറ്റൊരു രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല, ഇത് കേട്ടിട്ടാണ് കൂടുതൽ മനസ്സിലാകുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതിയാകും. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണം, എനിക്ക് ഇത് രണ്ടും അറിയണം എന്നൊക്കെ ആരെങ്കിലും തോന്നുകയാണെങ്കിൽ ഇതും കൂടെ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. അപ്പോ ഞാൻ നേരിട്ട് ബ്രിട്ടീഷ് റൂൾ ഓഫ് അക്കൗണ്ടിങ് അഥവാ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് കടക്കുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് കണക്ക് ചെയ്യുന്നതിലോട്ട് പോകാം, പ്രിൻസിപ്പിൾസിലോട്ട് പോകാം. ബ്രിട്ടീഷ് റൂൾ അല്ലെങ്കിൽ ഗോൾഡൻ പ്രിൻസിപ്പിൾസ്. ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ഇതിന്റെ പേര്. അതായത് നമ്മൾ അമേരിക്കൻ റൂൾ പ്രകാരം നമ്മൾ 5 മെയിൻ ഹെഡ് ആക്കിയിട്ടാണ് അക്കൗണ്ടിങ്ങിനെ തരംതിരിച്ചത്. ക്യാപിറ്റൽ, ലാബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, അസറ്റ്. നമ്മൾ LIC AE എന്ന് പഠിച്ചിരുന്നു. ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്, അസറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെ ഹെഡ് ഇല്ല. ഇവിടെ നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരികയാണ്. അക്കൗണ്ട് എന്താണ്? അക്കൗണ്ട് ഞാൻ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധനങ്ങൾ ഒരു കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ പർച്ചേസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പർച്ചേസ് എന്നുള്ളൊരു ഹെഡ് കൊടുത്തിട്ട് അതിന്റെ അടിയിലാണ് എഴുതുക. സെയിൽസ് ചെയ്യുമ്പോൾ സെയിൽസ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് സെയിൽസ് മുഴുവൻ ആ ഹെഡിങ്ങിന്റെ അടിയിലാണ് എഴുതി വെക്കുക. സാലറി എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ അടിയിലാണ് കംപ്ലീറ്റ് നമ്മൾ എഴുതി വെക്കുക. ഇങ്ങനെ ഓരോ ഹെഡിനെയും നമുക്ക് ഓരോ അക്കൗണ്ട് എന്ന് പറയാം. എന്താ പറയാ? അക്കൗണ്ട്. അപ്പോ അക്കൗണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സിമിലിയർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എഴുതി വെക്കാനുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് പർച്ചേസ് എന്ന് പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ബിസിനസ്സിൽ ഉണ്ടാകുമ്പോൾ ആ സെയിൽസ് കംപ്ലീറ്റ് സെയിൽസ് അക്കൗണ്ടിന്റെ അടിയിലാണ് എഴുതുക. അപ്പോൾ സിമിലിയർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണല്ലോ അവിടെ വരുന്നത്. അതായത് സെയിൽസ് മാത്രമാണ് അവിടെ എഴുതി വെക്കുന്നത്. ഇനി മറ്റൊരു ഹെഡിങ്ങിൽ പർച്ചേസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് പർച്ചേസ് ആയിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ പർച്ചേസ് മാത്രമാണ് അതിൽ എഴുതി വെക്കുന്നത്. ഇങ്ങനെ ഓരോ സെപ്പറേറ്റഡ് അക്കൗണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആ സെപ്പറേറ്റഡ് സ്റ്റേറ്റ്മെന്റ് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവിടെ ഉണ്ടാകും. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോന്നും എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ എത്രയാണ്, അല്ലെ? അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മളിവിടെ മെയിൻ ആയിട്ട് 3 അക്കൗണ്ട് ആണ് നമ്മളോട് ഇവിടെ പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് 3 മെയിൻ അക്കൗണ്ട് ഉണ്ട് എന്ന് പറയാണ്. ഏത്? ബ്രിട്ടീഷ് റൂൾ. ആ അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ് ഒന്നാമത്തത്, രണ്ടാമത്തത് നോമിനൽ അക്കൗണ്ട് ആണ്, മൂന്നാമത്തത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. എന്തൊക്കെയാണ്? റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. ഈ റിയൽ അക്കൗണ്ടിനെ നമുക്ക് അസറ്റ് അക്കൗണ്ട് എന്നും കൂടെ വേണമെങ്കിൽ പറയാം. റിയൽ അക്കൗണ്ടിനെ അസറ്റ് അക്കൗണ്ട്, അസറ്റ്സ് അക്കൗണ്ട്. അതുപോലെ നോമിനൽ അക്കൗണ്ടിനെ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്ന് പറയാം. ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. ഓക്കെ, ഇത് പ്രകാരം എല്ലാ അസറ്റുകളും നമ്മളെ ബിസിനസ്സുമായിട്ട് ഡീലിങ്സ് നടത്തുന്ന, ബിസിനസ്സിലേക്ക് പോകുന്ന എല്ലാ അസറ്റുകളും ആണ് എന്തിൽ വരുന്നത്? ഈ റിയൽ അക്കൗണ്ടിൽ വരുന്നത്. എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് അസറ്റ് വരുന്നുണ്ടോ, പോകുന്നുണ്ടോ? അപ്പോൾ അത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ഏത്? റിയൽ അല്ലെങ്കിൽ അസറ്റ്സ് അക്കൗണ്ട്. ആ പേര് ഇവിടെ ഉണ്ടല്ലോ, അസറ്റ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്ത്? അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എഴുതി വെക്കാനുള്ള അക്കൗണ്ട് ആണ്. ഇനി നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ഓർ ലോസ് എഴുതി വെക്കാനുള്ള അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് ഓർ ലോസ്.
അതായത് സാലറി, റെന്റ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളതും അല്ലെ, അല്ലെങ്കിൽ ഡാമേജ് ആയി പോയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കളവ് നടത്തിയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുള്ളതാണ് എന്ത് നോമിനൽ അക്കൗണ്ട്. ഓക്കെ. ഇനി പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളുമായിട്ട് നമ്മളെ ഇടപാടിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ആണത്. ആ രണ്ട് പേഴ്സൺ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, ഡെപ്റ്റർ, ക്രെഡിറ്റർ. ഓക്കെ, ഡെപ്റ്റർ, ക്രെഡിറ്റർ, ഡെപ്റ്റർ, ക്രെഡിറ്റർ. അപ്പോ ഇതാണ് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാമത്തെ കാര്യം. As per British rule or golden principles of accounting are classified into main 3 groups. That means asset is primary one, and the nominal or fictitious account is secondary one, and finally personal account. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്ന സാധനം അസറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്ന അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട്, ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടായിട്ടുള്ള നഷ്ടം അല്ലെങ്കിൽ ലോസുമായിട്ട് ബന്ധപ്പെടുന്ന, എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്ന അക്കൗണ്ട് ആണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്ററുമായിട്ടും ക്രെഡിറ്ററുമായിട്ടും, അതായത് ഡെറ്റർ, ക്രെഡിറ്റർ, നമ്മള് ബിസിനസ്സുമായിട്ട് ഡീലിങ്സ് നടത്തുന്ന രണ്ട് വ്യക്തികളാണ് അല്ലെ, അവരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ആ ഹെഡാണ് പേഴ്സണൽ അക്കൗണ്ട്. ഇനി ഇതിനെ എങ്ങനെയാണ് എഴുതി വെക്കുന്നത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ 3 പേര് നിങ്ങൾ മൈൻഡിൽ കൃത്യമായിട്ട് വെക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ഈ സംഗതി എഴുതി വെക്കുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അസറ്റ് ആണ് റിയൽ അക്കൗണ്ട് ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് ഇങ്ങോട്ട് വരികയാണ്, ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് ഇങ്ങോട്ട് കിട്ടുകയാണ്. അങ്ങനെയാകുമ്പോൾ അതിന് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അതാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. എന്താണോ ഇങ്ങോട്ട് വന്നത് അതിന് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ. ഇനി എന്താണോ അങ്ങോട്ട് പോയത്, ബിസിനസ്സിൽ നിന്ന് പുറത്തോട്ട് പോയത്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് വിളിക്കുക. ഗോസ് ഔട്ട്. ബിസിനസ്സിൽ നിന്ന് പുറത്തോട്ട് പോയത്, അതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ബിസിനസ്സിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതായത് നിങ്ങളൊരു സാധനം കടയിൽ പോയിട്ട് മേടിക്കുന്നു, പർച്ചേസ് അല്ലെ. ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നേ ഇല്ലേ, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ആർക്കെങ്കിലും ഈ സാധനം പറയുമ്പോൾ മറ്റേ പ്രിൻസിപ്പൾസുമായിട്ട് ചിലപ്പോൾ അവിടെ ഒരു റിലേഷൻ കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. എന്ത് അസറ്റാണോ നമുക്ക് ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യും, എന്ത് അസറ്റാണോ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ അസറ്റിന്റെ റൂള് അത്രയേ ഉള്ളൂ. നിങ്ങളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് ആ സാധനം വരികയാണ്, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും, കാരണം പർച്ചേസ് ആണ്, അത് അസറ്റ് ആണ്. ഇനി നിങ്ങളൊരു സാധനം ബിസിനസ്സിൽ നിന്ന് വിൽക്കുകയാണ്, അപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് എന്തുണ്ട്? ആ സാധനങ്ങൾ പുറത്തേക്ക് പോകും. അതിനെ നമ്മൾ 2 തരത്തിലൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ കയ്യിൽ നിന്ന് സാധനം പുറത്തോട്ട് പോകുമ്പോൾ അതിനെ ക്രെഡിറ്റ്, ആ അസറ്റ് പോകുന്നു, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന് പറയുന്നു. ആക്ച്വലി അതിനേക്കാളും നല്ലത് ഇൻകം ആയിട്ട് ആ പോകുന്ന അസറ്റിനെ എടുക്കുന്നതൊക്കെയാണ്. അത് ഞാൻ മുന്നേ പറഞ്ഞാണ്. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ അത് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി രണ്ടാമത്തത് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എക്സ്പെൻസ് ഓർ ലോസിനെ കുറിച്ച് പഠിക്കുന്ന അക്കൗണ്ട് ആണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്താ പറയുന്നത്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്നാണ് കറക്റ്റ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഒരു ചെറിയ സംഗതി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ എക്സ്പെൻസിനെ കുറിച്ച് മാത്രമല്ല, ഇൻകത്തിനെ കുറിച്ചും കൂടെ അതിൽ പറയും കേട്ടോ. ഇൻകം, അത് ഞാൻ വിട്ടുപോയതാണ്. ഇൻകം. അപ്പോൾ എക്സ്പെൻസ് ഓർ ഇൻകം, ഇതിനെ രണ്ടിനെയും കുറിച്ച് പറയുന്ന അക്കൗണ്ട് ആണ് നോമിനൽ അഥവാ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഒരു എക്സ്പെൻസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ്. നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും, കളവ് പോവുക, തീപിടുത്തത്തിൽ നശിച്ചു പോവുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധനം ഡാമേജ് ആയിട്ട് പോയി പോവുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ലോസ് ആണ്. അതുണ്ടെങ്കിലും നമ്മൾ എന്ത്? നോമിനൽ അക്കൗണ്ട് പ്രകാരം അതിനെ ഡെബിറ്റ് ആണ് ചെയ്യുക. ഇനി ഇതിന്റെ ക്രെഡിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ എന്നാണ്. ക്രെഡിറ്റ് ഓൾ ഇൻകം
ആൻഡ് ഗെയിൻ. നമുക്ക് എന്തൊക്കെ സംഗതികൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ, എന്തൊക്കെ നേട്ടമായിട്ടുണ്ടോ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെ സംഗതികൾ നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടോ, ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ടോ. ചില സമയത്ത് സെയിൽ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം, അതുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ചില സമയത്ത് മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ കമ്മീഷൻ രൂപത്തിലായിരിക്കും നമുക്ക് ഇങ്ങോട്ട് ഫണ്ട് വരുന്നത്, ക്യാഷ് വരുന്നത്. അപ്പോൾ അതും ഇൻകം ആണ്, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അല്ലെ, ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റിനെ ഇൻകം എന്നുള്ള നിലയിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാനമാണ്, ഇൻകം ആണ്. അപ്പോൾ സെയിലിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുക. തൊട്ട് മുകളിൽ ഞാൻ സെയിലിനെ സൂചിപ്പിച്ചിരുന്നേ, അവിടെ സെയിൽ എന്നുള്ളത് ചെയ്യുമ്പോൾ അസറ്റ് ആണ്, അസറ്റ് പോകുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലും രണ്ട് റൂളും അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരേ സംഗതി തന്നെ എത്തുക. ഓക്കെ, ആ രണ്ട് റൂളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം സെയിൽസിന്റെ കാര്യത്തിൽ. ഇനി മൂന്നാമത്തതാണ് എന്ത്? പേഴ്സണൽ അക്കൗണ്ട്. അവിടെ വരുന്ന വ്യക്തികളാണ് ഡെറ്ററും ക്രെഡിറ്ററും. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കുക, ഡെബിറ്റ് ദി റിസീവർ, ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ഗിവറും റിസീവറും, അതായത് ഡെറ്ററും ക്രെഡിറ്ററും, ഈ രണ്ട് വ്യക്തികളെ കുറിച്ചുള്ള ഡീലിങ്സ് ആണ് നമ്മൾ ഈ ഹെഡിൽ, ഈ ഗ്രൂപ്പിന്റെ അണ്ടറിൽ എഴുതി വെക്കുക. അത് പ്രകാരം ഡെബിറ്റ് ദി റിസീവർ, സാധനങ്ങൾ, പൈസ എന്തും കിട്ടുന്ന വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? റിസീവർ എന്ന് പറയാം. അദ്ദേഹത്തിനെ ഡെബിറ്റ് ആണ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോ സാധനം വെക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തുണ്ട്? സാധനം കിട്ടുന്നു, അല്ലെ? കടത്തിനാണ് വിറ്റതെന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹം ഡെറ്റർ ആണ്, അത് റിസീവർ ആണ്. റിസീവർ നമ്മൾ ആ പേര് നമ്മൾ ഡെബിറ്റ് ചെയ്യും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ക്രെഡിറ്റ് ദി ഗിവർ എന്നാണ്. ഞാൻ കടത്തിന് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി എനിക്ക് സാധനം തരുന്നുണ്ട്, സാധനം എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ കാണിക്കും, അല്ലെ? ഏത് പ്രകാരം? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ പ്രകാരം. അതുപോലെ ഗിവർ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുക്കാനുള്ള വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിനെ നമ്മൾ ക്രെഡിറ്റും ചെയ്യും. അതുകൊണ്ടാണ് ക്രെഡിറ്റ് ദി ഗിവർ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേ സംഗതി ഇനി ആവർത്തിക്കുന്നില്ല. അപ്പോൾ 3 അക്കൗണ്ട് ഉള്ളത്: റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റിനെ കുറിച്ചുള്ള അക്കൗണ്ട് ആണ്. അസറ്റിനെ കുറിച്ചുള്ള അക്കൗണ്ട് പറയുകയാണെന്ത്? അസറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് നിങ്ങളുടേത് പോകുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഉദാഹരണം നമുക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് പറയാണ് എക്സ്പെൻസിനെ കുറിച്ചും ലോസസിനെ കുറിച്ചുമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. എക്സ്പെൻസ് എന്നുള്ള സംഗതി വന്നു കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, ലോസ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, അതായത് എക്സ്പെൻസ് ഓർ ലോസ്. ഇനി ഇൻകം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേട്ടം, ഗെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം, അത് ഇൻകം ആണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ള സംഗതി. പേഴ്സണൽ അക്കൗണ്ടിൽ രണ്ട് സംഗതികളാണ്, രണ്ട് വ്യക്തികളാണുള്ളത്. ഒന്ന് റിസീവർ, ഒന്ന് ഗിവർ. റിസീവർ ആണെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും ഡെബിറ്റ് ചെയ്യണം, ഗിവർ ആണെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് രണ്ടും കേട്ടതിന് ശേഷം, അതായത് പഴയ ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള അമേരിക്കൻ റൂൾ കേട്ടിട്ടും ഈ ബ്രിട്ടീഷ് റൂൾ കേട്ടിട്ടും ഏതാണോ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് തോന്നുന്നത് അത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇന്നലത്തത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇനി രണ്ടും ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ റൂളിൽ ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഗതി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കണക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതിയെടുക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. നമ്മളിപ്പം പഠിച്ചിട്ടുള്ള, നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ആ റൂള് കൃത്യമായിട്ട് നോട്ടിൽ ഉണ്ടാവണം. അതിനുശേഷം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ പറയുമ്പോൾ നോട്ടിലേക്ക് നോക്കുക. അതിനെ മാച്ച് ചെയ്ത് കറക്റ്റ് ആയിരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പൈസ ഉപയോഗിച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് പൈസ വരികയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഉണ്ടാകുകയാണ്. ക്യാപിറ്റൽ ഇവിടെ കൊണ്ടുവന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരുകളോ ആലോചിച്ചോ. ലാൽ എന്നുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക. ലാലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നിങ്ങൾ വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഈ റൂള് പ്രകാരം ഇവിടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. ക്യാഷ് എന്നുള്ളത് അസറ്റ് ആണ്. അസറ്റ് വരുമ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെബിറ്റ് ചെയ്യുക എന്തിനെ? ക്യാഷിനെ.
അതായത് വാട്ട് കം എന്താണോ വന്നത് ആ റൂള് പ്രകാരമാണ് ഇത് ഡെബിറ്റ് ചെയ്തത്. മനസ്സിലായിട്ടുണ്ടോ? ഇനി നമ്മൾ അടുത്ത ക്രെഡിറ്റ് എന്താണ് നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കണം. ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോ ക്യാപിറ്റൽ തന്നു എന്ന് പറയുമ്പോൾ ലാൽ എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ തരുന്നത്. ലാൽ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഗിവർ ആണ്. ഗിവർ. ഓക്കെ, ക്രെഡിറ്റ് ദി ഗിവർ എന്നാണ് നമ്മൾ ഏതനുസരിച്ച് പഠിച്ചത്? പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ അനുസരിച്ച് പഠിച്ചത്. അപ്പോ ഇവിടെ നൽകിയ വ്യക്തിയാണ് റാം, ക്യാപിറ്റലാണ് നമുക്ക് നൽകിയത് അല്ലെ? അപ്പോ ആ അർത്ഥത്തിലാണ് ഇവിടെ റാം ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. റാം ക്യാപിറ്റൽ. ഓക്കെ, അതെന്താ സംഗതി? ഗിവർ ആണ്. അതായത് പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ഗിവർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവിടെ പറയുന്നത്. ഗിവർ പേഴ്സണൽ അക്കൗണ്ട് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം. റാം എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കയ്യിൽ നിന്ന് നിങ്ങൾ കുറച്ച് സാധനം മേടിച്ചു എന്നാണ് പറഞ്ഞത്. റാമിന്റെ അടുത്ത് സാധനം മേടിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് സാധനമാണ്. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ആണ്. അപ്പോ പർച്ചേസ് എന്നുള്ള സംഗതി ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങോട്ട് വരികയാണ്, അസറ്റ് ആണ് വരുന്നത്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നാണ് നമ്മൾ പഠിച്ചത്. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യാം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. വാട്ട് കം അല്ലെ? അങ്ങനെയാണ് നമ്മൾ പർച്ചേസിനെ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. പർച്ചേസ് വാട്ട് കം എന്താണോ ബിസിനസ്സിലേക്ക് വന്ന അസറ്റ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നു. വാട്ട് കംസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെബിറ്റ് ചെയ്ത് പർച്ചേസിനെയാണ്. ഇനി ക്രെഡിറ്റ് എന്താ ചെയ്യുന്നത്? ഇവിടെ റാം എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ചപ്പോൾ അദ്ദേഹത്തിന് പൈസ നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് റാം എന്ന വ്യക്തിന്റെ പേര് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ റാം നമുക്ക് നൽകിയ ആളാണ്, ഗിവർ ആണ്, ക്രെഡിറ്റർ ആണ് അല്ലെ? നമ്മൾ പഴയ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലുള്ള റൂൾ അനുസരിച്ച് ക്രെഡിറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് അല്ലെ? ക്രെഡിറ്റർ നമ്മുടെ ലാബിലിറ്റി തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഗിവർ എന്നുള്ള പേഴ്സണൽ അക്കൗണ്ടിന്റെ അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ക്രെഡിറ്റ് എന്താണ്? ഗിവർ ആണ്. റാം ആണ് വരിക. റാം. അപ്പം പർച്ചേസ് ഡെബിറ്റ്, റാം ക്രെഡിറ്റ്. റാം എങ്ങനെയാണ് ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുള്ളത്? റാം ഈസ് ഗിവർ. പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ഗിവർ ആണ്. ഗിവർ പേഴ്സണൽ അക്കൗണ്ട് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, ഇനി സാലറി പെയ്ഡ് എന്ന് പറയുന്ന മറ്റൊരു സംഗതി നമുക്ക് നോക്കാം. ഈ ട്രാൻസാക്ഷൻ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എംപ്ലോയിക്ക് കൊടുക്കുന്ന കൂലി. അത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ്. സാലറി എന്ന് പറയുന്ന കാരണം കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയത്. ഓക്കെ, അപ്പോ ക്യാഷ് എന്നുള്ള സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ. ക്യാഷ് എന്നുള്ളത് അസറ്റ് ആണല്ലോ. അസറ്റ് പോകുമ്പോൾ വാട്ട് ഗോസ് ഔട്ട്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോ ക്രെഡിറ്റ് ആണ് എന്തിൽ വരിക? ക്യാഷ് ഇവിടെ വരിക. ക്യാഷ്. കാരണം റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം വാട്ട് ഗോസ് ഔട്ട് അല്ലെ? വാട്ട് ഗോസ് ഔട്ട് റിയൽ അക്കൗണ്ട് ആണ് അവിടെ വർക്ക് ചെയ്യുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഡെബിറ്റ് എന്താ വരിക? ഡെബിറ്റ് സാലറി പെയ്ഡ്. സാലറി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂള്, നോമിനൽ അക്കൗണ്ട് ആണ് എക്സ്പെൻസ് വരുന്നതിന്റെ റൂള്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതണം ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. അതായത് സാലറി ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. കാരണം ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്. ഓൾ എക്സ്പെൻസ് ആണ് കേട്ടോ, എക്സ്പെൻസ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് ആണ് അവിടെ വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട്. ക്ലിയർ? റിപ്പീറ്റ് ചെയ്ത് കാണണം. മനസ്സിലാകുന്നില്ല എങ്കിൽ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി പെയ്ഡ് ക്യാഷ് ടു റാം. നമ്മൾ നേരത്തെ റാം എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കടത്തിനാണ് മേടിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഇവിടെ പൈസ കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ്, റാമിന് കിട്ടുകയാണ്. ക്യാഷ് എന്നുള്ള സാധനം പോകുന്നു. ക്യാഷ് എന്നുള്ളത് അസറ്റ് ആണ്. അസറ്റ് റിയൽ അക്കൗണ്ട് ആണ്. അപ്പോ ക്യാഷ് പോകുമ്പോൾ ക്രെഡിറ്റ് ആണ്. കാരണം വാട്ട് ഗോസ് ഔട്ട്. ക്രെഡിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാഷിനെ ചെയ്യേണ്ടത്. കാരണം ക്യാഷ് ഇവിടെ നമുക്ക് പോകുകയാണ്, നഷ്ടപ്പെടുകയാണ്. വാട്ട് ഗോസ് ഔട്ട്. ഗോസ് ഔട്ട് അല്ലേ? ഏതാ റീസൺ ഗോസ് ഔട്ട് എന്നുള്ളത്? ഏത് അക്കൗണ്ട് പ്രകാരമാണ്? റിയൽ അക്കൗണ്ട് പ്രകാരം. റിയൽ അക്കൗണ്ട്. ഇനി ഡെബിറ്റ് എന്താ വരിക?
ഡെബിറ്റ് എന്താ വരിക എന്നുള്ളത് നിങ്ങൾ പറ. നിങ്ങൾ ക്യാഷ് ആർക്കാ കൊടുക്കുന്നത്? റാമിനല്ലേ. റാം അദ്ദേഹം ആ പൈസ നമ്മളെ കയ്യിൽ നിന്ന് സ്വീകരിക്കുകയാണ് അല്ലെ. എൻ്റെ കയ്യിലുള്ള ക്യാഷ് റാം സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അദ്ദേഹം റിസീവർ ആണ്, ക്യാഷ് ആക്സെപ്റ്റ് ചെയ്ത വ്യക്തിയാണ്. ആക്സെപ്റ്ററെ അല്ലെങ്കിൽ റിസീവറെ നമ്മൾ എന്ത് വിളിക്കും? റിസീവറെ എന്ത് വിളിക്കുന്നല്ല, റിസീവറാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ബിക്കോസ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ ആണ് നമ്മുടെ ഡെബിറ്റ് ദി റിസീവർ. ഓക്കെ, ഇപ്പോ റാമിനെ നമ്മൾ എന്ത് ചെയ്യണോ? റിസീവർ എന്നുള്ള അർത്ഥത്തിൽ ഡെബിറ്റ് ചെയ്യുന്നു. അത് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂളാണ്, പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഗതി കൊണ്ട് ഈ ട്രാൻസാക്ഷൻ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കാണുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, കുറച്ച് എനർജറ്റിക് ആയിട്ടാണ് പറഞ്ഞത്, അതെനിക്കറിയാം. അഥവാ സ്പീഡ് കൂടുതലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലാസ് കാണുക. ഒന്ന് ജസ്റ്റ് ഒരു 70.75 ഇട്ടിട്ട് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ലോ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്ലാസ് ചടുലമായിട്ട് പറയുമ്പോൾ അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ക്ലാസ് എടുത്തത്. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.